പ്രിയപ്പെട്ടവരെ, വടക്കൻ പാട്ടിലെ പുത്തൂരം പാട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധ്യത കുറവാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വായിക്കുന്നവർ എണ്ണത്തിൽ വളരെ കുറവാണ്. കുറഞ്ഞ പക്ഷം MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത വടക്കൻ വീരഗാഥ എന്ന സിനിമ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. അത് വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ്. ഈ സമീപകാലത്ത് അത് റിലീസും ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയാലും അതിലെ ആ സിനിമ പൂർണ്ണമായിട്ടും മൊത്തമായിട്ട് ചില്ലറയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ പറയാൻ വന്നത് ഈ പുത്തൂരം പാട്ടിൽ നിന്നുള്ള ഒരു കഥാസന്ദർഭമാണ്. അതിൻ്റെ കേന്ദ്ര ഇതിവൃത്തം തന്നെ പുത്തൂരം വീട്ടിലെ ഇളമുറ ചേകവനായ ആരോമർ ആളങ്കത്തിന് പോയിട്ട് അരിങ്കോട്ടനുമായിട്ട് ഏറ്റുമുട്ടുന്നു. അവിടെ വെച്ച് മുറിപറ്റുന്നത് കുത്തുവിളക്കിൻ്റെ തണ്ടുകൊണ്ട് മച്ചൂരൻ ചാന്തു അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്നതാണ്. ആ കഥകളൊക്കെ കേട്ട് കാണും ഇതേമായിരിക്കും. അപ്പം ഈ ആളങ്കത്തിലേക്ക് നയിച്ച സംഭവം എന്ന് വെച്ചാൽ വേലൂരിടത്തിലെ ഉടിക്കോനാരും കിഴൂരിടത്തിലെ ഉടിച്ചാന്തരോരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആരാണ് മൂത്തത്, ആരാണ് ഇളയത്? അതിനാണ് മൂപ്പിളമ തർക്കം എന്ന് പറയുന്നത്. മൂപ്പിളമ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഉടിക്കോനാരും ഉടിച്ചാന്തരോരും കോഴിയങ്കം നടത്തി. അത് കഴിഞ്ഞിട്ട് ആളങ്കം നടത്താൻ തീരുമാനിക്കും. ആളങ്കത്തിന് വേണ്ടി ചേകവന്മാരെ അന്വേഷിച്ച് പോവുകയാണ്. ഈ നാടുവാഴികൾക്ക് തമ്മിൽ വെട്ടിയ പ്രശ്നം തീരുന്നത് അതിന് വേറെ ചേകവന്മാരെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ചേകവനെ അന്വേഷിച്ച് പോകും. ഒരു കൂട്ടർ അരിങ്കോടൻ്റെ അടുത്ത് എത്തുന്നു, മറ്റു കൂട്ടർ പുത്തൂരം വീട്ടിലെത്തും. പുത്തൂരം വീട്ടിലെ ആരോമർ ചേകവരെ അന്വേഷിച്ചാണ് ഈ ഉടിക്കോനാരി ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായ കണ്ണപ്പ ചേകവർ പറയുന്നു, ഇത് നടപ്പുള്ള കാര്യമല്ല. ആരോമർ ചേകവർ ഒരു വെറും പയ്യനാണ്, ചെറുപ്പക്കാരനാണ്, ആളങ്കപ്പെട്ടായിരുന്നു, ആയിട്ടില്ല. നേരെ മറിച്ച് തറവാട്ടിലെ കാർന്നവരായിട്ട് കണ്ണപ്പ ചേകവർ ഇരിക്കുകയാണ്. പുള്ളി 7 അംഗം പെട്ടി ജയിച്ച ആളാണ്. 14 കളരിക്ക് ആശാനാണ്. അങ്ങനെ പേരും പെരുമയും ആർജിച്ച കണ്ണപ്പ ചേകവർ ഇരിക്കുമ്പോൾ മകനെ അംഗത്തിന് വിടുന്നത് തെറ്റാണ്, പോക്കണം കേട്ടാണ്. അദ്ദേഹത്തിന് കുറച്ച് പ്രായമായി എന്നുള്ളത് ശരിയാണ്. പുള്ളി പറയുന്നുണ്ട് എൻ്റെ നടു അല്പം വളഞ്ഞു എന്നത് ശരിയാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു, കൈക്ക് ബലം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഇനി ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നാണ് കണ്ണപ്പ ചേകവർ പറയുന്നത്. എൻ്റെ എക്സാക്ട് ലൈൻസ് ഞാൻ മറന്നുപോയി. ഈ തച്ചോളി പാട്ടുകളും പുത്തൂരം പാട്ടുകളൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് 2018 പ്രളയത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓർമ്മയെന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞു കാണുന്ന ഞാൻ വിചാരിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയകരനായ സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, നടക്കുമ്പോൾ ഒരു വളമുണ്ട്, പിന്നെ സംസാരിക്കുമ്പോൾ രൂക്ഷത പണ്ടത്തേക്കാൾ കൂടുതലാണ്, അനാരോഗ്യം കൊണ്ടായിരിക്കും. എങ്കിലും ഇളമുറക്കാർക്ക് ആ നേതൃത്വം കൈമാറാൻ പുള്ളി തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്ക് മരുമകൻ റിയാസിനെ കേരള മുഖ്യമന്ത്രിയാക്കി അല്ലെങ്കിൽ കേരള ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്യണമെന്നൊരു ആഗ്രഹം ആരോമർ ചേകവരെ കണ്ണപ്പ ചേകവർ കൊണ്ടുനടക്കുന്ന പോലെ പുള്ളി റിയാസിനെയാണ് കൊണ്ടുനടക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ റിയാസിനെ മുൻനിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് പോകാൻ പുള്ളിക്ക് ആത്മവിശ്വാസം കുറവാണ്. ആ മറുഭാഗത്ത് ആളങ്കം വിട്ടാൻ വരുന്നത് അരിങ്കോടനാണ്. ആരെയെ മയക്കുന്ന അരിങ്കോടൻ എന്ന് പറയും. അരിങ്കോടൻ്റെ കള്ളക്കോല് കാണാനായിട്ടുള്ള ആ പഠിപ്പ് റിയാസിന് തികഞ്ഞിട്ടില്ല. VD സതീശനെ പോലെ, അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ, അതുപോലെ രമേശ് ചെന്നിത്തല പോലെ, P ജോസഫിനെ പോലുള്ള അംഗച്ചേകവന്മാരാണ് മറുഭാഗത്ത്. അതിന് നടുക്കിലേക്ക് ഈ 8 മൂട്ടം തിരിയാത്ത റിയാസിനെ വിട്ടാൽ സംഭവം ഭയങ്കരമായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ പുത്തൂരം വീട്ടിൽ തന്നെ അസ്വസ്ഥരായ മറ്റ് ചേകവന്മാരുണ്ട്. ഈ കണ്ണപ്പ ചേകവരുടെ കണ്ണടയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും കാരണവശാൽ സ്ഥാനത്യാഗം ചെയ്യുകയാണെങ്കിൽ ആ തറവാട്ടിലെ എന്താണ് ചൂരൽ കസേരയിൽ കയറി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. P രാജീവ്, KN ബാലഗോപാൽ, VN വാസവൻ, ഇവരൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണടയേണ്ട താമസവും ചാടി കയറി ഇരിക്കാനായിട്ട് സന്നദ്ധരായി നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്കത്തട്ടിൽ ഒരുങ്ങി കഴിഞ്ഞു. ഉടിക്കോനാരും ഉടിച്ചന്ദ്രനും വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്പയറായിട്ട് നിൽക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന UDF മാത്രമല്ല, BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് 8 മൂട്ടം തിരിയാത്ത, പഠിപ്പ് തികയാത്ത റിയാസും ചേകവരെ കയറ്റിവിട്ടായിരിക്കും. അതുകൊണ്ട് പുള്ളി തന്നെ നേരിട്ട് വെട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്കക്കുറി അയക്കേണ്ട താമസമുള്ളൂ. കൈകാലികൾക്ക് അല്പം ബലക്കുറവുണ്ട്, പ്രായം ബാധിച്ചു, അനാരോഗ്യവും കലശലാണ്. എന്നാലും ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നാണ്
കണ്ണപ്പ ചേകവർ പറയുന്നത്. ഇപ്പൊ ചേകവർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാറിക്കൊടുക്കാൻ മാർഗമുള്ളൂ. പക്ഷേ പുത്തൂരംപേട്ടില് ഒരു വ്യത്യാസം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം സന്നദ്ധനായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ആരോപണം ചേകവർ അംഗത്തിന് പോവുകയും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങേറ്റം നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാനായിട്ട് പുത്തൂരംപേട്ടിലെ കണ്ണപ്പ ചേകവർ ഇപ്പൊ തയ്യാറല്ല. പുള്ളി തന്നെ നേരിട്ട് അംഗത്തിന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഉറുമിയാൽ ആളെ അറക്കുന്നവര്, ഉറുമിയാൽ അംഗം കുറിക്കുന്നവര് ഒരിക്കലും ഒരു നാൾ അറ്റു വീഴും, ഉറുമിത്തലക്കലും ചോരവാരും എന്നൊരു വാചകം വടക്കമ്പാട്ടിലുണ്ട്. അത് ഈ പുസ്തകം നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു വാചകമാണ്, ഒരു വരിയാണ്. അപ്പൊ അതാ ഇവിടെ എന്താണെങ്കിലും സംഭവിക്കാതെ എനിക്കറിയില്ല. വായന്തരിപ്പുള്ള ചേകവർ ഒരു ഭാഗത്തുണ്ട്, പറന്നു വെട്ടുന്ന കണ്ണപ്പ ചേകവർ മറുഭാഗത്തുമുണ്ട്. അംഗം കൊഴുക്കട്ടെ, ഗംഭീരമാകട്ടെ. നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് കിട്ടുന്ന ഉത്തരവാദിത്വമുള്ളൂ. ഇതുകൊണ്ട് നമുക്കാർക്കും ഒരു 5 പൈസ പുറകോട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കൂടി ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. ലാൽസനം.